അറിയാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തിയപ്പോൾ പിന്നീട് അതൊരു വലിയൊരു പ്രളയമായി ആ പിന്നിടിഞ്ഞിട്ടാണ് ഒരു പ്രദേശം മുഴുവൻ മണ്ണിനടിയിലായപ്പോഴാണ് ജനങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുള്ളത്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ പ്രദേശത്ത് ഉള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ ഇത്തരം ഒരു അപകടങ്ങൾ വന്നാൽ വലിയൊരു ദുരന്തങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ആ നീറോട് മറയുള്ള താഴ്ഭാഗത്തും ഒക്കെ പ്രദേശത്തുള്ള ആളുകൾ അവരുടെ കുടിവെള്ളമെല്ലാം തന്നെ ഈ കുന്നിനെയൊക്കെ ആശ്രയിച്ചാണ്. ഈ കുന്ന് അവിടെ നിന്ന് ഈ രൂപത്തിൽ ചെങ്കൽ ഖനനം നടത്തി നശിപ്പിക്കപ്പെട്ടാൽ അവിടെ കുടിവെള്ള പ്രശ്നങ്ങൾ പോലും വ്യാപകമായി ഉണ്ടായിത്തീരും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തെയാണ് ഒരു പ്രദേശം അനുഭവിക്കുന്നത്. ഈ ദുരന്തത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഈ സംരക്ഷണ സമിതി അവിടെ രൂപം കൊണ്ടതും ഈ ചെങ്കൽ ഖനനം നിർത്തിവെക്കാൻ ശക്തമായി സർക്കാർ തലത്തിൽ സമ്മർദ്ദം ഉയർത്തിയും അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് സംരക്ഷണ വേദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ആളുകളോട്, ചെങ്കൽ ഖനനം നടത്തുന്ന ആളുകളോട് പറയാനുള്ളത്, ഒരു നാട്ടിലെ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളും ഞങ്ങളുടെ കൂടെ അണിചേരണമെന്ന താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇത്തരം ഒരു അപകടങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രദേശം തന്നെ, ഒരു നാട് തന്നെ ഇല്ലാതായിത്തീരുന്ന ഒരവസ്ഥ വരും. അതിലേക്കുള്ള ഒരു അവസരം, അപകടം ഉണ്ടാക്കി തീർക്കരുത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ദീർഘമായി സംസാരിക്കുന്നില്ല. വ്യത്യസ്തമായ സമരമുറകളുമായി ഞങ്ങൾ സംരക്ഷണ വേദി ഇതിന്റെ അവസാനം വരെ, ഇത് അവസാനിപ്പിക്കുന്നത് വരെ കൊണ്ടുപോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ NM ദാമോദരൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും, നീറോട് മലയിലെ ചെങ്കൽ ഖനനവുമായി ബന്ധപ്പെട്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് നിഷേധമുയർന്നതിനെ തുടർന്ന് നിർത്തിവെക്കുകയും ലോക്ക്ഡൌൺ കാലത്ത് അത് പുനരാരംഭിക്കുകയുമാണ് ഉണ്ടായിരുന്നത്. നീറോട് മല എന്ന് പറയുന്നത് വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമരഭൂമിയാണ്. നേരത്തെ ചെറിയാൻ ജോർജ് എന്ന് പറയുന്ന ഭൂവുടമയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഭൂപരിഷ്കരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂരഹിതരായിട്ടുള്ള കർഷക തൊഴിലാളികൾക്ക് പതിച്ചു നൽകുകയാണുണ്ടായത്. ആ പതിച്ചു നൽകപ്പെട്ട ഭൂമി സ്വകാര്യ വ്യക്തികൾ ക്രയവിക്രയം നടത്തുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഉടമകളുടെ കൈവശമായി ഈ ഭൂമി വന്നുചേർന്നിട്ടുള്ളത്. ഈ ഭൂമിയിൽ പൊതുജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിൽ വലിയ തോതിലുള്ള ചെങ്കൽ ഖനനം നടക്കുകയാണ്. ഈ ചെങ്കൽ ഖനനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന നിലയിലേക്ക് അതിപ്പോൾ മാറിയിരിക്കുകയാണ്. ആ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ചമ്പ എന്ന് പറയുന്നത് 24 മണിക്കൂറും ജനസമൃദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ്. രാപ്പകൽ ഭേദമന്യേ
ശുദ്ധജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണ് ചമ്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മറുഭാഗമായിട്ടുള്ള ഈറോഡ് മലയുടെ മറുഭാഗത്ത് ചെറുപുഴയും അതുപോലെ തന്നെ കണിയാണ്ടി ചല്ലിയുമെല്ലാം കുടുംബങ്ങൾ വീട് വെച്ചും കൃഷി ചെയ്തും ഉപജീവനം നടത്തുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലിതാവസ്ഥയ്ക്കുള്ള തകരാറ് സംഭവിക്കുകയും അതോടൊപ്പം മഴക്കാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലിനും നേരത്തെ ഉണ്ടായതുപോലുള്ള നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇതുപോലുള്ള വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും